മറ്റൊരു രേണു സുധി കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. രേണു സുധി കണ്ടന്റുകൾ പൊതുവെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, രേണു സുധി കണ്ടന്റുകൾ കാണാൻ താല്പര്യമില്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൊക്കോളാം. അത് തന്നെയാണ് ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുന്നത്. രേണു സുധി കണ്ടന്റുകൾ കാണാൻ താല്പര്യമില്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്തോളും. മറ്റൊരു കോൺട്രവേഴ്സി ആയിട്ട് രേണു സുധി വീണ്ടും വന്നിട്ടുണ്ട്. രേണു സുധി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്തും തീരില്ല. കാരണം ഈ പ്രശ്നങ്ങൾ ഇപ്പൊ ഇവിടെ വെച്ച് തീർന്നു കഴിഞ്ഞാലും ഓഗസ്റ്റ് 3 മുതൽ ബിഗ് ബോസിൽ ഉണ്ടാവും. അപ്പൊ ബിഗ് ബോസിലും ഈ പറയുന്ന കോൺട്രവേഴ്സിയും കാര്യങ്ങളും അതുപോലെ ഇടിയും വഴക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ തന്നെ ഒരുപാട് റീച്ചാണ്. രേണു സുധി ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകളൊക്കെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത്. ഇപ്പൊ ബിഗ് ബോസിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താവുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. അപ്പൊ മറ്റൊരു പ്രശ്നവുമായിട്ട് നമ്മുടെ വീണ എസ് പിള്ളൈ ഒരു ലൈവ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വീണ എസ് പിള്ളൈ നമ്മുടെ സുധിച്ചേട്ടന്റെ ഭാര്യയായിരുന്നു. രേണുവിനെ കെട്ടുന്നതിന് മുമ്പ് നമ്മുടെ സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ടുണ്ടായിരുന്ന വീണ സുധി, അതായത് ഇപ്പൊ വീണ എസ് പിള്ളൈ, പുള്ളിക്കാരത്തി ഒരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണു സുധി എന്നെ അറിയില്ല, വീണ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് കൂടി അറിയില്ല എന്നൊക്കെയാണ് അവള് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അതായത് മറ്റൊന്നുമല്ല, ഒരു ഇന്റർവ്യൂവിൽ രേണു സുധി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ FB-യിലും അതുപോലുള്ള ഇപ്പൊ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും ഈ പറയുന്ന വീണ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അവൾ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞു. ഇതേ രേണു തന്നെയാണ് ഒരു മാസം മുന്നേ ഈ പറയുന്ന വീണ ഈ പറയുന്ന രേണുവിനെതിരെ ഒരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത സമയത്ത് വീണ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് അറിയാൻ കൂടി ഇല്ല, സുധിച്ചേട്ടൻ പറഞ്ഞ് എപ്പോഴോ ഒരിക്കലും ഞാൻ ആ ഒരു പേര് കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല, എനിക്ക് ഒരു അറിവും ഈ പറയുന്ന വീണ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയില്ല. പക്ഷെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പൊന്തി വന്ന സമയത്ത് രേണു തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞങ്ങൾ പല സമയങ്ങളിൽ മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ രേണു തന്നെ പറയുന്നുണ്ട്. ഇതിപ്പോ രേണു എന്തെങ്കിലും ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് രേണു പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നത്. ആദ്യം നമ്മുടെ വീണ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്ന ആ ഒരു ലൈവ് വീഡിയോന്റെ ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ സുധിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ രേണു സുധി എന്ന് പറയുന്ന, രേണു സുധി അല്ല, അന്ന് രേണു ആയിരുന്നു, പുള്ളിക്കാരത്തി മെസ്സേജ് ഇടുകയും ഞാൻ കാണാനിടയുണ്ടാവുകയും അവൾ പറഞ്ഞ എല്ലാം, അവളുടെ ഇന്റർവ്യൂസ് ഫസ്റ്റ് മുതൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡിസംബർ 15 ഞാൻ ഇവരെ മെസ്സേജ് ആദ്യമായിട്ട് പിടിക്കുന്നത്. നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വേർപിരിഞ്ഞു. അന്നേ സുധി ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്നോ മരിച്ചു കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ മരിച്ച ഒരാളെ പറ്റി എനിക്ക് കുറ്റം പറയാനായിട്ട് താല്പര്യമില്ല, ഞാനത് ചെയ്യില്ല. ഒരിക്കൽ പോലും പുള്ളിനെ വിറ്റ് ഞാൻ കാശുണ്ടാക്കിയിട്ടില്ല, ഇനി എനിക്കതിനോട് താല്പര്യമില്ല. പിന്നെ ഡാനി സത്യൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ, എൻ്റെ സഹോദരനെ മെസ്സേജ് അയച്ചിട്ട് കുറേ ആൾക്കാർ പറയുകയുണ്ടായി, കിച്ചുവിനെ ഞാൻ നോക്കിയിട്ടില്ല, കിച്ചുവിനെ ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാറുണ്ടായി. ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടീനെ അല്ലെങ്കിൽ ആ മകനെ എൻ്റെ കൂടെയല്ല അവൻ നിന്നത്, അവൻ അച്ഛൻ്റെ വീട്ടിലാണ് അവൻ നിന്നത്. അപ്പോൾ എനിക്ക് അവനെ നോക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. പുള്ളിക്കാരത്തിയെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, ഞാൻ പറയാടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു. പുള്ളിക്കാരത്തിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വെച്ചിട്ട്, നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് എന്താ അവൻ എന്നോടൊന്നും മിണ്ടാഞ്ഞേ. ഇന്ന് ഞാൻ പുള്ളിക്കാരത്തിയോട് ചോദിച്ചു, പുള്ളിക്കാരത്തി പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടായത് കൊണ്ടായിരിക്കാം മിണ്ടാത്തേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനിപ്പം കാറ്ററിംഗ് സർവീസിന് പോകുന്നു, അല്ല അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് ഇവൾ എന്നോട് പറഞ്ഞതാണ്. മീൻസ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ്. മീൻസ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, സുധിക്ക് കിച്ചുവിനോടാണ് സ്നേഹം, പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല, സുധി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിൻ്റെ പുറകെയാണ് എന്നൊക്കെ ഇവൾ കുറേ ബാഡായിട്ട്, കിച്ചുവിനെ കുറിച്ച് കുറേ ബാഡായിട്ട് എന്നോട് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത്. ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ ഫേസ് വെളിയിൽ കാണിച്ചിട്ടില്ല, കാരണം ഞാൻ നാറാവുന്നതിൻ്റെ പരമാവധി ഇപ്പോൾ ഈ രേണു സുധി എന്ന് പറയുന്ന വിവരം കെട്ടവൾ നാട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനായിട്ട് എൻ്റെ
പേരും വെളിയിൽ വന്നിട്ടുണ്ട്. ഞാനായിട്ട് ചിലപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് കമൻസുകൾ വരും, ചിലപ്പോൾ പോസിറ്റീവ് കമൻസുകൾ വരും, ചിലപ്പോൾ എന്നെക്കുറിച്ച് വളരെ ബാഡായിട്ട് വരും. അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് എൻ്റെ ഫാമിലിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അറിയാം. പിന്നെ ഞാൻ എല്ലാവരോടും ഞാൻ നല്ലതാണെന്ന് പറയണം എന്ന് പറയാനും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടായിട്ട് പറയുവാണ്, ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ലോക ഫ്രോഡാണ്. ഞാൻ ഇവരെ ഒരു 3 വർഷം മുന്നേ ഈ സുധിയുടെ ഒരു കേസ് കെട്ട്, അതായത് സുധി മരിക്കുന്നതിന് 1 വർഷം മുന്നേ സുധിയുടെ ഒരു കേസ് കെട്ടുമായിട്ട് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഫേസ്ബുക്കിൽ. ഓൾമോസ്റ്റ് സുധിയുടെ നമ്പർ ഇപ്പോഴും എൻ്റെ കയ്യിൽ. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് വീണ എസ് പിള്ളൈ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചുറ്റിപ്പറ്റി പറയുന്നുണ്ട്. എന്താണ്, താൻ ഒരു ഫാമിലി ആയിട്ട് ഇപ്പൊ വളരെ സുഖമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഹസ്ബൻഡ് ഉണ്ട്, അതുപോലെ തന്നെ മക്കളുണ്ട്. അവരൊക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് വീണ്ടും വീണ്ടും ഈ പറയുന്ന വീണ എസ് പിള്ളൈ എന്ന് പറയുന്ന പേര് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ രേണുസുതി വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അപമാനിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന്. സുധിച്ചേട്ടനായിട്ട് ഈ പറയുന്ന രേണുവിന് ഒരു റിലേഷൻ ഉണ്ടാവുകയും ഇവർ ഈ പറയുന്ന വീണയും സുധിച്ചേട്ടനും ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഒരു റിലേഷൻ ഈ പറയുന്ന വീണ അത് കാണുകയും ഇവരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുകയും എന്നിട്ട് ഫേസ്ബുക്കിൽ രേണുവിന് മെസ്സേജ് അയച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ത് അടിസ്ഥാനത്തിലാണ് വീണ എസ് പിള്ളൈ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ അറിയില്ല, സുധിച്ചേട്ടൻ ഇങ്ങനെ ഒരു ഭാര്യ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് പറയുന്നത്? ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് രേണു ഈ വന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ എസ് പിള്ളൈനെ കൃത്യമായിട്ട് രേണുവിന് അറിയാം. ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും വാക്കുതർക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ള 2 വ്യക്തികളാണ്. നേരിട്ട് കണ്ടിട്ടില്ല എന്നൊരു കാര്യം മാത്രമാണ് രേണു ആകെ സത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന വീണയെ നേരിട്ട് കണ്ടിട്ടില്ല, അത് മാത്രമാണ് രേണു ആകെ സത്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാനും വളരെ റോങ് ആയിട്ടുള്ള കുറേയധികം സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ പറയുന്ന വീണ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. യാതൊരു കാര്യവുമില്ലാത്ത, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇഷ്യൂസും കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് വിടാനായിട്ട് സോഷ്യൽ മീഡിയ ഉദ്ദേശിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് ഉദ്ദേശിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ റോങ് ആയിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റുകളും രേണുസുതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ റിപ്ലൈ ആയിട്ടാണ് നമ്മുടെ വീണ ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു വോയിസ് ക്ലിപ്പ് വീണയുടെ കുറച്ച് നാളുകൾ മുമ്പ് ഒരു കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നു. കുറെ സോഷ്യൽ മീഡിയ റിവ്യൂസ് ഒക്കെ ഏറ്റെടുത്ത് റിവ്യൂ ചെയ്താണ് വീണക്ക് ഫേസ് ഇല്ലേ, എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ വീണ ഫേസ് ടു ഫേസ് വന്നിരുന്ന് പറയൂ, ഇവര് സത്യസന്ധയാണെങ്കിൽ ഇവർക്ക് ഫേസ് കാണിച്ച് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് അന്ന് ഇവരെ ചീത്ത പറഞ്ഞതൊക്കെയാണ്. അന്ന് രേണുവിന്റെ ഒപ്പമായിരുന്നു എല്ലാവരും. ഇപ്പൊ ഫേസ് ടു ഫേസ് വന്നിരുന്നാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വീണ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഇനി രേണുസുതിക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രേണുസുതിയുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരേണ്ടി വരും. കാരണം കണ്ടന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്